ശ്രീ കെ വി സുമേഷ്, അങ്ങേക്ക് 10 മിനിറ്റ്. സർ, സഭ നിർത്തിവെക്കണമെന്ന പ്രമേയത്തെ എതിർത്തുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് ഭരണത്തലവൻ ശ്രീ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇത് താമരശ്ശേരി വിഷയത്തെ തുടർന്ന് കേരളത്തിൽ ഒരു പൊതുവിഷയമായി സഭ ചർച്ച ചെയ്യണം എന്ന് എടുത്ത നിലപാടിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും ചെയ്തു. സാർ, എനിക്ക് സത്യത്തിലൊരു കടുത്ത നിരാശയായിപ്പോയി. ഇത് CPIM, കോൺഗ്രസ്, ലീഗ്, കേരള കോൺഗ്രസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വിഷയമല്ലല്ലോ ഇത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമുക്ക് ചർച്ച ചെയ്യാം, ഒരു ഭയമില്ല. സ്ഥലം പറഞ്ഞാൽ മതി, നമ്മൾ വരാം, എവിടെയാണെന്ന് വെച്ചാൽ ചർച്ച ചെയ്യാം. ഇതിലെന്താ വിഷയം? എന്താ? കേരളത്തിൽ മുൻ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസ്, UDF കേരളത്തിൽ വലിയ പാരമ്പര്യമുള്ള ഒരു മുന്നണിയും രാഷ്ട്രീയ പാർട്ടിയാണ്. ശ്രീനാരായണ ഗുരു, വാഗ്ബടാനന്ദൻ, സഹോദരൻ അയ്യപ്പൻ, ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ, മക്തിത്തങ്ങൾ, മന്നത്ത് പത്മനാഭൻ, ഇതൊക്കെ കേരളത്തിലെ സാമൂഹ്യ നവീകരണ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരായിരുന്നു. അവിടുന്ന് ആദ്യകാല കോൺഗ്രസ്, സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ആ മുദ്രാവാക്യം കേരളത്തിൽ ഏറ്റെടുത്തു. കേരളം എന്നത് ഒരു പരിഷ്കൃത ജനാധിപത്യ സമൂഹത്തിലെ മെച്ചപ്പെട്ട സാമൂഹ്യ സാംസ്കാരിക ജീവിതമുള്ള ഒരു നാടായി. ആ പാരമ്പര്യമാണ് ഇന്ത്യക്ക് തന്നെ, ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു ജീവിത സംസ്കാരത്തെ ഏറ്റവും ശക്തമായിട്ട് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നു. പക്ഷെ സമീപകാലത്ത് താമരശ്ശേരി ഉണ്ടായ വിഷയവും നമ്മുടെ വെഞ്ഞാറമൂടുള്ള ചെറുപ്പക്കാരൻ്റെ ഭാഗത്തുനിന്നുണ്ടായ വിഷയവും CPIM, കോൺഗ്രസ് വിഷയമാണോ? മുൻ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്ന് നിർഭാഗ്യരെന്ന് പറയട്ടെ, അങ്ങേയറ്റ അപക്വമായ അസാധാരണമായ പ്രതികരണമാണ് ഉണ്ടായത്. ഇത് കേരളത്തിൻ്റെ ഒരു പൊതുസമൂഹം ഏറ്റെടുക്കേണ്ട വിഷയമല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ ലേൺ വിതൗട്ട് ലിമിറ്റ് എന്നതാണ് പുതിയ സ്ലോഗൻ. നമ്മളാരും സ്കൂളിൽ പഠിച്ച പോലെ അല്ല ഒരു ക്ലാസ് മുറിയുടെ അധ്യാപകനും ട്യൂഷൻ സെൻറ്റർ എന്നതല്ല. ലോകത്താർക്കും തടഞ്ഞു വയ്ക്കാൻ പറ്റാത്ത നിലയിൽ അറിവ് ശേഖരിക്കാൻ സ്വമേധയാ ഒരു അധ്യാപകൻ്റെ ആവശ്യമില്ല ഇന്നൊരു കുട്ടിക്ക് കാര്യങ്ങൾ അറിയാൻ. അത് നല്ല കാര്യത്തിൽ മാത്രമല്ല, അത് ഏത് തെറ്റായ കാര്യവും അതിവേഗതയിൽ അറിയാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയുടെ വളർച്ച നമ്മളാരും പഠിച്ചതുപോലെയല്ല അവർ പഠിക്കുന്നത്. അവർ പഠിക്കുമ്പോൾ അവരെ ആ പഠനത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ കാര്യങ്ങളും വരും. അങ്ങനെ വരുമ്പോൾ ശരിയും തെറ്റുമായ വഴിയിലേക്ക് അവർക്ക് എല്ലാത്തിലും ജയിക്കണം. ഒരു ദുർവാശിയാണ് ബഹുമാനപ്പെട്ട PW മിനിസ്റ്റർ രാവിലെ ഹ്രസ്വമായിട്ട് ഇവിടെ പറയുന്നത്. അവരൊന്നിലും ഇതിലേറ്റവും പ്രഥമ കക്ഷി എന്ന് പറയുന്ന കുടുംബമാണ്, രണ്ടാമത്തത് പൊതുസമൂഹമാണ്. വേറെ ആരെങ്കിലും ഒരു കുട്ടി തെറ്റ് ചെയ്താൽ അത് കുമാരേട്ടൻ്റെ മോനാടാ, എൻ്റെ മോനല്ല, അവനെ തെറ്റിയാൻ പാടില്ല എന്ന് ഇടപെടുന്ന ഒരു പൊതുസമൂഹം കേരളത്തിൽ ശക്തമായിരുന്നു. അണുകുടുംബമായിട്ട് മാറി, ആരും ആരുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല. എല്ലാവർക്കും സർവതന്ത്ര സ്വാതന്ത്ര്യം, അതൊരു ദുരഭിമാന ബോധമായിട്ട് കുടുംബം എടുക്കുന്നു. കലോത്സവം മുതൽ പരീക്ഷ മുതൽ നാട്ടിൽ നടക്കുന്ന ചെറിയ മത്സരങ്ങളിൽ പോലും എൻ്റെ മകൻ ജയിക്കണം എന്നൊരു അതികഠിനമായ വാശി ആ സ്പിരിറ്റ് ഈ കുട്ടിയിലേക്ക് ഉൽപ്പാദിപ്പിക്കുന്നു. പരാജയം എന്തോ വലിയ അപകടമാണ്. മഹാത്മാഗാന്ധിയുടെ ഒരിക്കലും ഒരു വിദ്യാർത്ഥി, ഗാന്ധി എന്താണ് ജനാധിപത്യം? ഗാന്ധി പറഞ്ഞ ശ്രദ്ധേയമായ കമൻ്റ് ഉണ്ട്. ഒരു ഓട്ട മത്സരത്തിൽ ഓടി ജയിക്കുന്ന ഒരാൾ ചിന്തിക്കേണ്ടത്, ഞാൻ ഒറ്റയ്ക്ക് ഓടിയത് കൊണ്ടല്ല ജയിച്ചത്, എൻ്റെ കൂടെ ഓടാൻ ആളുള്ളത് കൊണ്ടാണ് ഞാൻ ജയിക്കുന്നതെന്ന് ചിന്തിക്കാൻ പറ്റിയാൽ അയാൾ ഒരു ജനാധിപത്യവാദിയാവും എന്നാണ്. ഈ ഒരു കൂട്ടായ്മ, സൗഹൃദം, അന്തരീക്ഷം, അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ജീവിത സംസ്കാരം, ആ ജീവിത സംസ്കാരത്തെയല്ലേ നാം തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടത്. ജീവിതത്തിൽ എപ്പോഴും നാം ജയിച്ചുകൊണ്ടിരിക്കില്ല. നമ്മുടെ എല്ലാം ഇവിടെ ഇരിക്കുന്ന പരിണിതപ്രജ്ഞരായ നിയമസഭാ സാമാജികന്മാർ ഉൾപ്പെടെ നമ്മുടെ വ്യക്തിപരമായ രാഷ്ട്രീയപരമായ ജീവിതം എടുത്താൽ നാം ജീവിതത്തിൽ എപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ? എത്രയോ പരാജയങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ആ സമചിത്തതയോടെ ജീവിക്കാൻ അവരെ പ്രാപ്തരാക്കുക എന്ന പുതിയ തലമുറയിൽ കാണുന്ന ഈ ഒരു ദുർവാശിയെ തടയുക, അതിൽ ഒരുമിച്ച് നിൽക്കുക അല്ലേ നമ്മൾ വേണ്ടത്? കൊലപാതകത്തിന്റെ കണക്ക് പറയണോ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളെ നഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ് ഞാൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു പാർട്ടിക്ക് കൊല ചെയ്യപ്പെട്ട ആളുണ്ടെങ്കിൽ ആ കൊല ചെയ്യപ്പെട്ട ആളുടെ പ്രതിനിധിയായിട്ട് നിയമസഭയിൽ നിൽക്കുന്ന ആളാണ് ഞാൻ. SFI വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന അതിൻ്റെ ഭാരവാഹിത്വത്തിൽ പ്രവർത്തിച്ച ഒരാളാണ്. പൊളിറ്റിസൈസ് നടക്കുന്നു ക്യാമ്പസിൽ, സ്കൂളിൽ. എല്ലാവരും വലിയ ബഹുമാനപ്പെട്ട കോടതി ഉൾപ്പെടെ സമൂഹത്തിലെ ചില ഉപരി ജീവിത സംസ്കാരത്തിന്റെ ഭാഗമായുള്ളവര് കുട്ടികളെ രാഷ്ട്രീയം പറയാൻ പാടില്ല, അവരിത് പറയാൻ എന്താ സംഭവിക്കുന്നത്? എന്താ നമ്മൾ പഠിക്കണ്ടേ? അത് SFI, KSU, യൂത്ത് കോൺഗ്രസിന്റെ പ്രശ്നമാണോ? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനുണ്ട്, DYFയുടെ നേതാക്കന്മാരെല്ലാം ഈ സഭയിലല്ലേ? നിങ്ങളുടെ സംഘടനയുടെ പോരായ്മയായിട്ട് നിങ്ങൾ അതിനെ കാണോ? അങ്ങനെയാണോ ഈ വിഷയത്തെ നമ്മൾ കാണേണ്ടത്? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പോരായ്മയായിട്ടാണോ? ഗവൺമെന്റിന്റെ പോരായ്മയാണോ? ഞാൻ ഉറപ്പിച്ച് പറയാ, പിണറായി വിജയൻ എന്ന നമ്മുടെ മുഖ്യമന്ത്രി
കഴിഞ്ഞ 9 വർഷക്കാലത്തെ കണക്കാണല്ലോ നിങ്ങൾ പറയുന്നത്. ഈ കേരളത്തിൽ അഭിമാനകരമായ നിലയിൽ ലഹരി മാഫിയെ ചെറുക്കാൻ ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരു ഗവൺമെന്റാണ് ഈ കേരളത്തിലുള്ളത്. ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച ഉണ്ടായ സംഭവത്തില് ഞാൻ ചോദിക്കുന്നത്, ഡി ഹണ്ട് എന്ന പേരിൽ എക്സൈസ് ഒരു ഡ്രൈവ് നടത്തി 2786 കേസാണ് പിടിക്കപ്പെട്ടത്. എല്ലാം എന്താ രാസലഹരിയാണ്. ഞാനൊരു ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുന്നില്ല. ഇവിടെ UDF ഭരിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഭരിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ പിഴവാണോ? AK ആന്റണിയുടെ പിഴവാണോ? നേരത്തെ ഇരുന്ന മുഖ്യമന്ത്രിമാരുടെ പിഴവാണോ? നിങ്ങൾ അങ്ങനെയാണോ ഈ വിഷയത്തെ കാണുന്നത്? എന്തിനാണ് ഈ വൈരനിര്യാതന ബുദ്ധിയിൽ ഊന്നിയിട്ടുള്ള ഒരു രാഷ്ട്രീയ സംസ്കാരം നാം രൂപപ്പെടുത്തിയെടുക്കുന്നത്? നമുക്ക് യോജിച്ച് നിൽക്കാൻ പറ്റുന്നില്ലേ? പുതിയ തലമുറയാണോ ഈ വിഷയത്തിൽ യോജിച്ച് നിൽക്കുക? നൽകേണ്ട മെസ്സേജ് അതാണോ? നിർഭാഗ്യകരമായ ഒരു വിലയിരുത്തലായി പോയത്. സാർ, ഈ വിശ്വനാഥ് കഴിഞ്ഞ സഭയിൽ നമ്മളെല്ലാം പിന്തുണയ്ക്കുകയല്ലേ ചെയ്തത്? ആ നിലപാടിനോട് യോജിക്കുകയാണോ ചെയ്തത്? വെഞ്ഞാറമൂട് 25 ലക്ഷത്തിലേറെ രൂപ കടമാണ് ആ പയ്യന്. 23 വയസ്സേ ഉള്ളൂ. ഇവരെടുക്കുന്ന ഒരു രീതി എന്താ? ഒരുപാട് സിനിമ, സാഹിത്യം, ഭാഷ. ഞങ്ങൾ പറയുന്നത് ഒരു പുനരാലോചന വേണം. ആ മേഖലയുള്ളവരോട് ഞങ്ങൾ പറയാണ്, പ്രണയിനെ നഷ്ടപ്പെട്ടു പോയാൽ മംഗളങ്ങൾ നേരുന്നതായിരുന്നു പഴയ സിനിമാകാരങ്ങളെല്ലാം. ഇന്ന് നഷ്ടപ്പെട്ടു പോയ പ്രണയിനെ വീട്ടിൽ കയറി കൊല്ലുക എന്നതാ മെസ്സേജ്. PUBG ഗെയിമുകൾ, വെബ് സീരീസുകൾ, സിനിമ, അന്യഭാഷയിൽ നിന്ന് വരുന്ന സിനിമ, നായകൻ ഇത്ര ക്രൂരനായി ഇടപെടുന്ന സിനിമ നമ്മൾ ഒരു ധാർമ്മിക മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ചിരുന്നു. അതാ നായകന്മാരുടെ ഒരു സിംബോളിക്കലായ ഒരു പ്രതീകാത്മകമായ രീതി കേരളത്തിൽ ഉണ്ടായിരുന്നത്. ആ നായകനിൽ നിന്ന് തലവെട്ടി മാറ്റി ചോരയൊലിപ്പിച്ച് അതെടുത്ത് നടക്കുന്ന നായകൻ. എല്ലാ സിനിമയും അല്ല ഞാൻ പറഞ്ഞു, ഒരു ആലോചന വേണം. ആ മേഖലയിലുള്ളവർ അനുകരിക്കാനുള്ള വെമ്പൽ ഭയങ്കരമാണ്. പുതിയ തലമുറ ഒരു പാഷനിസം ഉണ്ട് അവരിൽ. അവരൊരു ഹീറോയിക് വർഷിപ്പ് ഉണ്ട്. ആ ഹീറോയിക് വർഷിപ്പാണ്. നിങ്ങൾ ഈ പ്രവൃത്തി മുഴുവൻ എടുത്ത് പരിശോധിച്ച് നോക്കിക്കോ. എടുക്കുന്ന എന്താ? ഈ പുതിയ തലമുറയിൽ അവര് ഒരു HM-നോട് പറഞ്ഞില്ലേ, വൈകുന്നേരത്തിനുള്ളിൽ മൊബൈൽ ഫോൺ തന്നില്ലെങ്കിൽ കാണിച്ചു തരാമെന്ന്. വീട്ടിൽ പെരുമാറുന്നത് എങ്ങനെയാ? ചില കുട്ടികൾ അമ്മയോട് പെരുമാറുന്നത് എങ്ങനെയാ? രക്ഷാകർത്താക്കളിൽ, കുടുംബങ്ങളിൽ, പൊതുസമൂഹത്തിൽ, ഒപ്പം നമ്മുടെ രണ്ടാം വീടായ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ പറയാണ്, ഈ അധ്യാപകർക്ക് വലിയ നിലയുള്ള നിയന്ത്രണം, കുട്ടികളെയാണ് ഇവർ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. നേരത്തെ നിയമപരമായ ആനുകൂല്യമുണ്ട്. ഒരു കുട്ടി പിടിക്കപ്പെട്ട ജുവനൈൽ ജസ്റ്റിസ് ഹോമിലേക്ക് ആ കുട്ടി പോകും. അതുകൊണ്ട് തന്നെ കരിയർമാർ വലിയ കാശാണ്. ഈ ചെറുപ്പക്കാർക്ക് വലിയ കാശ് ലഭ്യമാവും. തടിയടങ്ങാതെ വലിയ കാശ് ഇതിന്റെ ഭാഗമായി ലഭ്യമാവാം. കരിയർമാരായിട്ട് വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഈ ഭാഗം കൂടി നമ്മൾ പ്രധാനമായിട്ട് ഒരു ശ്രദ്ധയോടുകൂടി കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അധ്യാപകർ, രണ്ടാം വീടായ വിദ്യാലയം, അവിടെ എല്ലാ സ്കൂളിലും ജാഗ്രതയോടെ ഇടപെടുന്ന ഒരു കൂട്ടം അധ്യാപകരുണ്ടായിരുന്നു. ആ അർത്ഥത്തിലേക്ക് നമ്മൾ പ്രധാനമായിട്ട് പോകേണ്ടിയിരിക്കുന്നു. സാർ, ഇത് കേരളത്തിലെ പുതിയ തലമുറയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപകടകരമായ ഒരു ജീവിത സംസ്കാരമാണ്. അതിൽ കക്ഷി രാഷ്ട്രീയ ബന്ധമില്ല. അതിൽ കക്ഷി രാഷ്ട്രീയത്തിന്റെ അതിർവരമ്പുകളുടെ ഭാഗമായിട്ട് നമ്മൾ ഈ കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കരുത്. പറയണോ? അല്ല, അവിടെയല്ല ചോദിക്കേണ്ട, ഇവിടെയാന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് മൈക്ക് കിട്ടൂലേ? കൊടുത്തേ. ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സാർ, ഇതിൽ എനിക്കൊരു അഭ്യർത്ഥന വെക്കാനുണ്ട്. ഇപ്പോൾ എൻ്റെ കൂത്തുപറമ്പ് നിയോജകമണ്ഡലത്തിൽ ജ്യോതി സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ട് വിദ്യാലയങ്ങളിൽ ജാഗ്രതാ സമിതികൾ ഉണ്ടായിട്ടുണ്ട്. ആ ജാഗ്രതാ സമിതിയിൽ വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥി സംഘടനകൾ, അധ്യാപക സംഘടനകൾ, PTA, മദർ PTA ഒക്കെ തന്നെ ജനപ്രതിനിധികളും ചേർന്നുകൊണ്ട് അങ്ങനെ ചേരുമ്പോൾ ഓരോ വിദ്യാലയത്തിലും ഇതിൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് കടത്തുവാൻ കഴിയും. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്താൻ ഇതുകൂടി ഉപകരിക്കത്തക്കതല്ലേ? ബഹുമാനപ്പെട്ട മോനേട്ട് MLA പറഞ്ഞ പോലെ ഒരുപാട് MLA-മാർ അതിൽ LDF, UDHS മണ്ഡലങ്ങളിൽ വൈവിധ്യപൂർണ്ണമായ പരിപാടികൾ നടക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്കൊരു കൂട്ടായ ശ്രമം നടത്താം. ആ ശ്രമം പുതിയ തലമുറയെ എങ്ങനെ, ചെറിയ കുട്ടികൾ നഞ്ചക്കുമായിട്ട് സ്കൂളിലേക്ക് പോവുക, താമരശ്ശേരി പയ്യന് സംഭവിച്ച ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടാകുക, ഇതാരെങ്കിലും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്? പോലീസിന് അങ്ങനെ കരുതാൻ കഴിയുമോ? ഏത് കാലത്തും ഇപ്പോൾ അങ്ങ് ആഭ്യന്തരമന്ത്രി ആയിരുന്ന ആളല്ലേ, അങ്ങയുടെ കാലത്ത് നടന്ന അക്രമങ്ങൾ മുഴുവൻ ആ ഗവൺമെന്റിന്റെ ഏതെങ്കിലും രാഷ്ട്രീയ പോരായ്മയുടെ ഭാഗമായിട്ടാണോ? അങ്ങനെ പ്രതീക്ഷിക്കാൻ നടന്നിപ്പോ നമ്മൾ വണ്ടി ഓടിച്ചു പോകും, എല്ലാവരും ഓടിച്ചു പോകുന്നല്ലേ സാർ? ഒരു മിനിറ്റ്, ഓടിച്ചു പോകുന്നതല്ലേ? ആ ഓടിച്ചു പോകുമ്പോ ഒന്ന് ഓവർടേക്ക് ചെയ്താൽ പറയുന്ന ഭാഷ എന്താ? ഇത് ഈ കാര്യത്തിൽ മാത്രമാണോ? ഒരു രാസലഹരിയുടെ ഭാഗമായി ചിലര് ഏതർത്ഥത്തിലുള്ള മോശമായ പെരുമാറ്റം ഉണ്ടാകുന്ന നിലയിലേക്ക് പോവാണ്. സാർ,
ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ്, മതസംഘടനകൾ, സാമുദായിക സംഘടനകൾ, മതമേലധ്യക്ഷന്മാർ കേരളത്തിലെ അങ്ങ് കോവിഡ് കാലത്ത് നടത്തിയ പോലെ ഒരു എൻറ്റയർ ആയിട്ടുള്ള ഒരു മാസ് ഇടപെടൽ കേരളത്തിൽ നടത്തിയാൽ നമുക്കിതിനെ പ്രതിരോധിക്കാൻ കഴിയും. അതിന് കഴിയുന്ന ഒരാളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ പൂർണ്ണമായ സഹകരണം ഉണ്ടെന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ഉപനേതാവും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇതിലൊരു കക്ഷി രാഷ്ട്രീയത്തിന്റെ അതിർവരമ്പുകൾ നാം കാണാനേ പാടില്ല. അങ്ങനെ കണ്ടാൽ നഷ്ടപ്പെടുന്ന ഒരു വലിയ തലമുറ നമ്മുടെ നാട്ടിലുണ്ടാവും. ഒരുപാട് വീടുകൾ പുറത്ത് പറയുന്നില്ല, കഴിഞ്ഞ സമയത്താണ് പറഞ്ഞല്ലേ ഉണ്ടാവുന്ന ദുരനുഭവങ്ങൾ. സാർ, മുതലാളിത്തം ലാഭകേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന ഒരു വ്യവസ്ഥയ്ക്ക് കീഴിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ആ ലാഭകേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന സമൂഹത്തിൽ അവരെല്ലാവരെയും അവരുടെ ജീവിതത്തിന്റെ അവരുടെ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് നമുക്ക് ആ സമൂഹത്തിൽ സംഭവിച്ചിരിക്കുന്ന ഈ അപജയത്തെ നേരിടാൻ ഒറ്റക്കെട്ടായി എല്ലാവരും ഒരുമിച്ച് നിന്ന് യോജിച്ച് നിന്ന് പ്രതിരോധിക്കാൻ തയ്യാറാവണം. സാർ, അങ്ങിവിടെ പറഞ്ഞ പോലെ അവിടെ കോൺഗ്രസിന്റെയോ യൂത്ത് കോൺഗ്രസിന്റെയോ ഉണ്ടായ ഏതെങ്കിലും സംഭവങ്ങളെ പരാമർശിച്ച് ഈ ചർച്ചയെ മറ്റൊരർത്ഥത്തിൽ കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നേയില്ല. ഞങ്ങൾക്കറിയാം, പിണറായി വിജയൻ എന്ന നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി, ഈ ഗവൺമെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് നിലപാടുകൾ, പഞ്ചാബിനേക്കാൾ കേസ് കൂടുതലാണ് കേരളത്തിൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേസ് എടുക്കുന്നത് കേരളത്തിലാണ്. ഇവിടെ ഒരു വലിയ ശ്രമം ഇതിന്റെ ഭാഗമായിട്ട് നടത്തുന്നു. സാർ, ചർച്ച ചെയ്യാൻ അങ്ങെടുത്ത നിലപാടിനെയും അതിന്റെ ഭാഗമായി ഇവിടെ നമുക്ക് യോജിച്ച് കേരളമെന്ന നമ്മുടെ നാടിന്റെ നവോത്ഥാന നായകന്മാരും ആദ്യകാല നേതാക്കന്മാരും തുടർന്ന് ഇങ്ങോട്ട് വന്ന ജീവിത സംസ്കാരവും ഒരുമിച്ച് നിന്ന് ഈ മഹാവിപത്തിനെ, നമ്മുടെ തലമുറയെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും ശക്തമായ ഇടപെടൽ മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി, സാഹിത്യ മേഖലയുടെ സഹായത്തോടുകൂടി, സിനിമാ മേഖലയുടെ സഹായത്തോടുകൂടി, രാത്രി ചെയ്യുന്ന ക്രൈം ഫയൽ ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട മാധ്യമത്തിലെ കേരളത്തിന്റെ അതിന്റെ ഭാഗമായിട്ടുള്ളവരോട് ഞാൻ പറയുന്നു, ഒരു പുനരാലോചന നടത്തണം. ഇങ്ങനെ വിശദീകരിക്കണോ, ഇങ്ങനെ ആ കാര്യം അവതരിപ്പിക്കണോ? അങ്ങനെ എല്ലാവരും ചേർന്നുകൊണ്ട് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ ശ്രമം, ആ കൂട്ടായ ശ്രമത്തിലൂടെ കേരളത്തിലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപകടത്തെ ഒരുമിച്ച് ചെറുക്കാം. അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങയുടെ നേതൃത്വത്തിൽ വലിയ പരിശ്രമം, അതിന് എല്ലാവിധത്തിലുള്ള പിന്തുണയും അറിയിച്ചുകൊണ്ട് ഈ നിർത്തിവെക്കണമെന്ന പ്രമേയത്തെ എതിർത്തുകൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു.